ഹായ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു കൂന്തൽ ഫ്രൈ ആണ്. നല്ല രുചിയുള്ളൊരു കൂന്തൽ ഫ്രൈ ആണിത്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ കൂന്തൽ എങ്ങനെയാണ് ക്ലീൻ ചെയ്യാമെന്നും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യാമെന്നൊന്ന് നോക്കാം. അപ്പോൾ ഞാനിന്നിവിടെ എടുത്തിട്ടുള്ളത് ഒരു 1/2 കിലോ കൂന്തളാണിത്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്നത് ഞാൻ കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കൂന്തൽ എടുത്തിട്ട് ഇതിൻ്റെ ഈ തലയുടെ ഭാഗമുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ആദ്യം തന്നെ വലിച്ചെടുത്ത് കളയണം. ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ തലയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് കഷ്ണാക്കി എടുക്കാം. അപ്പോൾ അത് ഞാനിങ്ങനെ എല്ലാം ഇങ്ങനെ നോക്കി വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം വേറെ രീതിയിൽ ക്ലീൻ ചെയ്യുന്ന കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഈ തലഭാഗം ഇങ്ങനെ വലിച്ചെടുക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ മഷി, ഞാൻ നേരത്തെ കാണിച്ചെന്നില്ല. ഇതാണ് അതിൻ്റെ കളറുള്ള ആ ഭാഗം, ബൾബ് പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് പൊട്ടിക്കഴിഞ്ഞാലാണ് ഇങ്ങനെ ഫുള്ള് ഇങ്ങനത്തെ കളറാവും. അപ്പോൾ ഇങ്ങനെ അഥവാ നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടുകയാണെങ്കിൽ ഒരു 5-6 തവണ ക്ലീൻ ചെയ്യേണ്ടി വരും. 5-6 തവണ കഴുകിയെടുത്താൽ മതി, പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ പൊട്ടാതെ നമ്മൾ ഇങ്ങനെ റൗണ്ടിൽ വേണമെങ്കിൽ അങ്ങനെയുള്ള കഷ്ണങ്ങളാക്കിയിട്ടും കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് കഴുകിയെടുക്കുമ്പോൾ അതിൻ്റെ ഉൾഭാഗമൊക്കെ വൃത്തിയായി കിട്ടും. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും ഇത് ചെയ്തെടുക്കാം. വേണ്ടത് ഈ കൂന്തൾ നമുക്ക് നമ്മുടെ ചിക്കനൊക്കെ പോലെ കുറച്ച് വേവ് ഉണ്ടാവും ഇതിൻ്റെ കട്ടി, ഈ ഷീറ്റിൻ്റെ കട്ടി കൂടുന്നതിനനുസരിച്ച് ഇതിന് നല്ല വേവ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഞാൻ ചെയ്യാറുള്ളത് ഞാനത് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിലേക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളതെന്ന് 2 സവോളയാണ്. 2 സവോള ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും. അപ്പോൾ അത് ഏകദേശം ആയി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി നമുക്ക് കുറച്ചും കൂടി ഗ്രേവി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടി തക്കാളി വേണമെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ട് മിക്സിയിലൊന്ന് അരച്ചതിന് ശേഷം ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ കുറച്ച് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടും നമുക്ക്. അപ്പോൾ ഞാനിവിടെ തക്കാളി ചെറുതായിട്ട് നുറുക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇനി നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇപ്പോൾ ചേർത്തത്. ഇനി 1 ടീസ്പൂൺ മഞ്ഞളല്ല, കുരുമുളക് പൊടിയാണ് കേട്ടോ. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തു. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടത്. മഞ്ഞളും മുളകൊക്കെ നമ്മൾ നേരത്തെ അതിൽ ചേർത്തിട്ടുള്ളതാണ് നമ്മുടെ കൂന്തൽ വേവിക്കുമ്പം തന്നെ. അപ്പോൾ വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇനി 1 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ഗരം മസാലയല്ല, മീറ്റ് മസാലയാണ് ചേർത്തിട്ടുള്ളത്. മീറ്റ് മസാലയും കൂടെ ചേർത്തു. ഇനി ഇത് പച്ചമണമൊക്കെ മാറണ വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മഞ്ഞൾ പൊടിയും മീറ്റ് മസാലയും കൂടിയാണ് ചേർത്തിട്ടുള്ളത്. കുറച്ച് കുരുമുളക് പൊടിയും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഞാനിതിവിടെ ഇത് നമ്മുടെ ഗ്രേവി തയ്യാറാക്കുമ്പോഴേക്ക് നമ്മുടെ കുക്കറിൽ വേവിച്ച് എടുത്തിട്ടുണ്ട് കൂന്തൾ. അപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളിത് നമ്മുടെ കൂന്തൾ വേവിച്ച് നമ്മുടെ ഈ മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ കൂന്തൾ ഇത്രയും വെള്ളം വന്നിട്ടുണ്ട്. ഞാൻ വളരെ കുറച്ച് വെള്ളമേ വേവിക്കുമ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഇത്രയും ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കൂന്തളൊക്കെ നന്നായി വെന്ത് വന്നതാണ്. പക്ഷേ നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് ഇനി വേണ്ടത്. അപ്പോൾ ഈ ഗ്രേവിയിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പും കൂടെ ഞാൻ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കാണിക്കാൻ വിട്ടതാണ്. അപ്പോൾ അത് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ടെടുക്കുക. അത് നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ കൂന്തൽ ഫ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കണം. ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വെച്ചാൽ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.